ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുമഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ബാക്കി കിട്ടിയതാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന് നമ്മൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അധികം കിട്ടിയത് യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെയുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ളതൊന്നും അത്ര വലിയ ധൃതി ഉണ്ടായിരുന്നില്ല. യൂണിഫോം അല്ലേ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞതിൻ്റെ നുറുങ്ങും നൂലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മൾ എന്നത്തെയും ചടങ്ങ് പോലെ തന്നെ ഈ സമയത്ത് നമുക്ക് അടിച്ച് വാരി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഇറങ്ങിയിട്ടോ സ്റ്റിച്ച് ചെയ്യലൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡി ആക്കിയിട്ട് വേണം എന്താക്കാൻ വേണ്ടിയിട്ട്, വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നമുക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റാറന്നല്ലേ കേട്ടോ മഴ കാരണം. രാവും പകലും മഴ തന്നെയല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസമായി മുറ്റടിച്ച് വരിയിട്ട് പിന്നെ മഴയത്ത് ഇറങ്ങി മുറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടും ഇല്ല കേട്ടോ. ഒരു മിനിറ്റ് ഒരു തോർച്ച ഉണ്ടായിരുന്നില്ല മഴ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിച്ചാലും പോവില്ല കേട്ടോ, അത്രയും ചപ്പ അങ്ങനെ ഒട്ടി കിടക്കല്ലേ. ഇപ്പം അതൊരു തോർച്ചുള്ള കാരണം തന്നെ ഞാൻ എന്താക്കിച്ചാൽ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മഴയുള്ള ദിവസമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് നമുക്കൊരു ശമനമുള്ളതുകൊണ്ട് തന്നെ മുറ്റം അങ്ങോട്ട് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ മൊത്തം ചപ്പുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ കൂടെ എന്നാലും ഉണ്ട്. ഇങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വൃത്തിയേട് പോലെ നമ്മൾ അങ്ങനെ ഇടാത്തതുകൊണ്ട്, അങ്ങനെ ഇടാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ മുറ്റടിച്ച് വരാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ കയ്യോടെ ഇങ്ങോട്ട് തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെയുള്ള പുല്ലുകൾ എപ്പോഴോ പറിക്കണമെന്ന് വിചാരിച്ചതാണ് മഴയുടെ മുന്നേ. ഓരോരോ കാരണത്താൽ അതങ്ങോട്ട് മറന്നും പോവും. പിന്നെ അതിനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ നമുക്ക് പൊന്ത പിടിച്ചെടുക്കുകയാണ് 4 വശത്തും കൂടെ. അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ പിള്ളേർക്ക് ക്ലാസ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ടൈം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മെല്ലെയൊക്കെ കണ്ട് പറിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം. ഇപ്പം പിന്നെ അത്ര വലിയ പൊട്ടാക്കുരി വെയിലൊന്നും ഇല്ലല്ലോ, ഏത് സമയത്തും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ അങ്ങനെ പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ഇഴജന്തുക്കൾ വന്നിരുന്നാലേ അത് വലിയൊരു പാടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗങ്ങളിലുള്ള പൊന്തൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മുറ്റടിച്ചവരിൽ ഇവിടെ തകൃതി പോലെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ റോഡ് കൂടെ അടിക്കണം കേട്ടോ. എന്താ വെച്ചാൽ അവിടെ നിന്ന് മുതൽ ഇതുവരെ മഴ പെയ്തിട്ട് ചില ഭാഗങ്ങളിൽ ഡീസൻ്റ് ആയിട്ടും ചില ഭാഗങ്ങളിൽ ആകെ കുപ്പയിട്ടവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് വൃത്തിയാക്കി നമ്മുടെ ഭാഗം നമ്മൾ അങ്ങോട്ട് സൂപ്പറാക്കിയിട്ടു കേട്ടോ. ഇനി നമ്മൾ മോപ്പ് വെച്ച് തുടയ്ക്കാൻ വിചാരിക്കണം. എല്ലാ ദിവസങ്ങളിലും നമ്മൾ വെള്ളം ഒഴിച്ചിങ്ങോട്ട് അടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു മോപ്പ് എടുത്തിട്ട് നമുക്ക് തുടയ്ക്കാം. കുറേ ദിവസമായി മോപ്പ് എടുത്തിട്ട് നമ്മൾ ഇവിടെ തുടച്ചിട്ട് ഉള്ളിലൊക്കെ പിന്നെ നമുക്ക് മോപ്പില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്ത് വെക്കാറില്ല കേട്ടോ. മറ്റേത് നമ്മൾ വൈകിട്ട് ഇവിടെ നമ്മൾ തുടയ്ക്കണ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കഴുകിയിടാറുണ്ട് കേട്ടോ തുടച്ചിട്ടില്ലെങ്കിലും. ഇന്നിപ്പോൾ ഞാൻ മോപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചേ. ഈ ഒരു തിണ്ണല്ലേ ഇവിടെ എന്തായാലും നമുക്ക് മോപ്പ് കൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നാമത് അവിടെ ആകെ പൊട്ടി പൊളിഞ്ഞു നാശമായി കിടക്കുക. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയ്ക്ക് അവിടെ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണ കാരണം ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങനെ ഒഴിച്ച് തൂത്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് വൃത്തിയായി കിടന്നുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പുറത്തൊരു ഡ്രമ്മ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വെള്ളം അങ്ങനെ വീഴും. അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുക്കി ഒഴിച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. കുളി കഴിഞ്ഞ് വന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ 2 നേരം പണി ഒരുങ്ങാത്ത പോലെ തോന്നുക. എന്താ വെച്ചാൽ രാവിലെ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കണം. മഴയായ കാരണം രാത്രിയിൽ ചൂടോട് കൂടെ കഴിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഇത് നേരത്തെ കാലത്ത് നമ്മൾ വെക്കണതല്ലേ രാവിലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ നിൽക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും കറണ്ട് ഉണ്ടാവില്ല. പിന്നെ ഇരട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നെ കാണൂല്ല. അതിനകത്ത് ആകെ വെട്ടമില്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയം ഞാൻ എപ്പോഴും പറയണ പോലെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ എനിക്കിത്. വൈകിട്ട് അമ്പലത്തിൽ പോവുക, ഈ വൈകുന്നേര സമയം 6:30 ദീപാരാധനയുടെ സമയം നമ്മൾ വിളക്ക് വെക്കുന്ന സമയമൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് പോകാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്പലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ഈ ഒരു നേരത്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ചു. ഇത്തിരി നേരമൊക്കെ നാമമൊക്കെ ചൊല്ലി ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് എന്തോ ഒരു സമാധാനമാണ്. പണ്ടൊക്കെ ഞാൻ കുറി തൊടാതെ ഒരു വഴിക്ക് ഇറങ്ങി പോകാറുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടല്ലേന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഒട്ടുമിക്കതും മറന്നു പോവും. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കുറി ഇടാൻ ഞാൻ മറക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് ചായ കൂടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഫുഡ് രാത്രി നമ്മൾ 2 നേരം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രാവിലെ വെക്കാറുണ്ട്, വൈകുന്നേരം വെക്കാറുണ്ട് ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കറിയൊന്നുമില്ല. ഷാജേട്ടൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചായിരുന്നു. ഷാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നേരം വൈകും, നല്ലോണം വൈകും വരാൻ വേണ്ടിയിട്ടെന്ന്. നമ്മുടെ കയ്യിൽ വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. 3 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ണൻകുട്ടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്കിന്ന് രാത്രിയിൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ മീൻ കിട്ടാത്തതുകൊണ്ടല്ലേ വലിയ പാടാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മീനുണ്ടെങ്കിൽ ഇപ്പോൾ വറുത്തിട്ടും കറി വെച്ചതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇപ്പം അടുത്തൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പേടിയല്ലേ. അപ്പം അത് കാരണം നമുക്ക് ഇന്നിപ്പോൾ ഇതൊക്കെയാണ് ആശ്രയമുള്ളത്. ഇതിൽ നല്ലതും പൊട്ടയൊക്കെ നോക്കിയിട്ട് നമുക്ക്
അരിഞ്ഞെടുക്കണം കേട്ടോ. ഇന്നിവിടെ മഴയ്ക്ക് നല്ലൊരു ശമനം ഉണ്ട് കേട്ടോ. അത്ര വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു വെയിൽ കിട്ടിയില്ലേ പൂജ? കുറച്ച്, എന്നാലും മഴ പെയ്തിട്ടില്ല. എന്നാലും മഴയൊന്നും പെയ്തിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്നിങ്ങനെ നിന്നാർന്നു കേട്ടോ. കറണ്ടും വല്ലാണ്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. മുട്ട ഈ പറഞ്ഞ പോലെ മസാല അടിക്കാം. ഓംലെറ്റ് വേണ്ടായിരുന്നു, ഉച്ചയ്ക്കും ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അത് കാരണം വലിയ ചടപ്പ. നല്ലൊരു ചൊടിയിലൊരു ചമ്മന്തി അങ്ങനെ സെറ്റ് ചെയ്യാം പോരെ? മതി. ഇനിയിപ്പോ മീൻ കിട്ടോളം എന്താ കറി വെക്കാന്നുള്ള ടെൻഷനാ. മീൻ കിട്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കറി വെക്കേണ്ട ടെൻഷൻ വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് റെഡി ആക്കിയിട്ട് ഇനി അടുത്തൊരു മഴ വരുമ്പോഴേക്കും വേഗം അടുക്കളയിൽ നിന്ന് ഫുഡ് കഴിച്ച് കൂട്ടാം. നാളത്തെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് സ്കൂള് തുറക്കുകയായി കേട്ടോ. നമ്മള് ഒന്നും വാങ്ങിയിട്ടില്ല. സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊന്നും ഇന്ന് പോയി വാങ്ങണിച്ചിട്ടായിരുന്നു. ഒന്നും പറ്റിയില്ല. നാളെ പോയിട്ടൊക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ. കണ്ണക്കുട്ടിയുടെ യൂണിഫോം തയ്ച്ചില്ല, യൂണിഫോം എടുത്തിട്ടില്ല, തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഷർട്ടിന്റെ പീസ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരടുത്ത് കുറേ ആയി ഞങ്ങൾ പോയിട്ട് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്കിന്റെ ഒക്കെ മുന്നേ പറയാൻ കേട്ടോ. ആ ചെക്കന്ന് വരെ കേട്ടുമില്ല. ഇനിയിപ്പോ ലാസ്റ്റ് വെച്ചിട്ട് ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും തയ്ച്ചൊന്നും കിട്ടില്ല. നല്ല തിരക്കായിരിക്കും. കൊടുക്കാൻ വേണ്ടി പോയത് മൊത്തം ലീവായ ടൈമിലാ. കൊടുക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം പോയതൊന്നും നടന്നുമില്ല. പിന്നെ ഇപ്പൊ എന്തായാലും പെട്ടെന്ന് നിർബന്ധം പറയില്ലായിരിക്കും യൂണിഫോമിനെന്ന് വിചാരിക്കും. ഇതിലേക്ക് 2 സവാളയും കൂടെ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഉപ്പേരിയൊക്കെ. പൂജട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ സാധനം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടായാൽ മതിട്ടോ. നമുക്കിവിടെ കറി വേണം. പൂജട്ടിക്കാണ് കറി വേണം എന്നുള്ളൊരു, ചോറിലേക്ക് ഒഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. എന്നാലും നിർബന്ധമൊന്നുമില്ല. വലിയ കുഴപ്പമില്ല ആൾക്ക്. മുന്നൊക്കെ ഒഴിച്ചു കറി എന്തെങ്കിലും വേണമായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. അവൾക്ക് ചോറ് കഴിക്കാൻ വലിയ പാടായിരുന്നു. ചെറുതിന് മുതൽ ഇപ്പം ഇതുവരെ അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. പൊറോട്ട, എന്താ പറയാ, ബിരിയാണി, മന്തി, ആ സാധനങ്ങളൊന്നും ചോറിനോട് അന്നൊന്നും ഭയങ്കര പാടാ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ വെള്ളം വേണം. അങ്ങനെയൊക്കെ ഇവിടെ എനിക്കും കണ്ണൻകുട്ടിക്കൊന്നും കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപ്പേരി നല്ല അടിപൊളി ചോടിയുള്ളതായാൽ മതി കേട്ടോ. എനിക്ക് അങ്ങോട്ട് കളയട്ടെ കേട്ടോ. ഇതൊന്ന് കുനുകുനാന്നനായിരിക്കാം കേട്ടോ. വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ പക്ഷേ ചെറുള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്നിട്ട് ചതയ്ക്കും. ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇടും. ചെറുള്ളി എടുക്കുക. ഇപ്പം എനിക്ക് വലിയ മടിയായി. എല്ലാം ചെയ്ത് രാത്രി ആകുമ്പോൾ പിന്നെ ഈ ഫുഡ് ഉണ്ടാകുമ്പോഴേ, മറ്റേ നമുക്ക് ഒരു നേരം മാത്രം വെച്ചാൽ മതിയായിരുന്നു. രാത്രിയിൽ ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. മീനെ കിട്ടാത്തതുകൊണ്ടേ വലിയ പാടാണ്. രാത്രിയിലേക്ക് ഈ വക സാധനങ്ങൾ മൊത്തം ഉണ്ടാക്കണ്ടേ. അപ്പം അത് കാരണം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. ഇനി അർജൻറ്റ് ഉള്ളതൊന്നുമില്ല, കുറേശ്ശൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ. യൂണിഫോമിൻ്റെ ധൃതി അങ്ങോട്ട് കഴിഞ്ഞു. ഒരു കുറച്ചൊരു എണ്ണ കൂടുതൽ വേണം കേട്ടോ. വേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉപ്പേരിക്ക് ഒരു ടേസ്റ്റ് കൂടെ ഇത്തിരി എണ്ണ കൂടുതലുള്ളതാണേ. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് സവാളയും ഇതാ ഞാനൊരു 2-3-4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഉണ്ടേ. അതങ്ങനെ ഇട്ട് കൊടുത്തു. 2 തണ്ട് വേപ്പിലി. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാനും ഇല്ലെങ്കിലും ഉള്ളി വഴലാനുള്ളത് വേണമെന്നുള്ളൂ. അപ്പം അതങ്ങനെ ആവട്ടെ കേട്ടോ. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, സിമ്മ് കുറച്ചിട്ടിട്ട് പൊടിയിട്ട് കൊടുക്കണം കേട്ടോ. പൂജട്ടിക്കാണെങ്കിൽ പറഞ്ഞായിരുന്നൊക്കെ. ഇത്തിരി മുളക് പൊടി എരിവിനനുസരിച്ച്. നമ്മുടെ മുളക് പൊടി നല്ല എരിവായതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളേ. എന്നിട്ട് അതിന് മൂത്ത് വരുമ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ ആ വഴുവഴുപ്പ് ഉണ്ടാവും. ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരുപാട് നേരം അടച്ചു വെച്ചാൽ വഴുവഴുപ്പ് പോവില്ല. ഒന്ന് അടച്ചേക്കാം.
ഉപ്പേരി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാനിത് ആ പാത്രങ്ങളാണ് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂജിട്ടിയുടെ പ്രായമുള്ള കുട്ടികളാണ് മിക്കതും ഇത് കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവളുടെ പ്രായമുള്ള കുട്ടികളാണ് ഓടി വന്നിട്ട് ചേച്ചി ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്, അടിപൊളിയാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരാറ് കുഞ്ഞു കുഞ്ഞു മക്കളാണ് കേട്ടോ, വലിയവരെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത് കേട്ടോ. അല്ലാതെ ആർക്കും അറിയാത്ത പിള്ളേരോ അല്ലെങ്കിൽ വലിയവർക്കൊന്നും ഇത് അറിയാത്ത കേസൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഈ നാളികേരം ചിരകാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൊടിയോട് കൂടിയിട്ടൊരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ഒന്നുമില്ല ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കി അതിന് വലിയ ടേസ്റ്റും ആയിരിക്കും, 2-3 വിഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേട്ടോ. അല്ല മീനും മീൻ വറുത്തതും കറിയും മാത്രമാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു വെണ്ടയ്ക്കും തക്കാളിയും കൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഉള്ളിയും തക്കാളിയും കൊണ്ട് എന്തെങ്കിലും, പിന്നെ ഒരു ചമ്മന്തി, അത് കഴിഞ്ഞ് 2 പപ്പടം ഉണ്ടെങ്കിൽ പൊട്ടിച്ച് വറുക്കൽ, എല്ലാം കൂടെ ആയി വരുമ്പോഴേക്കും നമുക്ക് വിഭവങ്ങൾ അങ്ങോട്ട് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലൊരു ദിവസമാണ് ഇന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമാണ്. ഭാഗ്യത്തിന് നമുക്ക് വെണ്ടയ്ക്ക് ഇരുന്നായിരുന്നത്. അത് ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. പൂജിട്ടയ്ക്ക് അടിപൊളിയായിട്ട് വെണ്ടയ്ക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ, അത് വേറെ കാര്യം. അവൾ വെണ്ടയ്ക്കുപ്പേരി, സോയാബീൻ്റെ കിഴങ്ങുപ്പേരി, ഇങ്ങനത്തെ സാധനങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഉപ്പിടാൻ മാത്രമാണ് ആൾക്കൊരു ടെൻഷൻ ഉള്ളത്. പിന്നെ അത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നാളികേരം, 2 പച്ചമുളക്, ഒരു ഇഞ്ചിയുടെ കഷ്ണം, കുറച്ച് വേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് അരച്ചിട്ട് നമ്മൾ പാകത്തിന് സുറുക്കിയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളിയല്ല, വേണമെങ്കിൽ വളംപുളി ഇടാം, നമ്മളിപ്പോൾ സുറുക്കിയാണ് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇവിടെ കണ്ണുകുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ അതങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സി കയ്യോടെ അങ്ങോട്ട് തുടച്ചിടും കേട്ടോ. അതുമ്പോൾ ഇനി ഈ നാളികേരത്തിൻ്റെയോ നമ്മൾ പിടിച്ചതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സി ഇങ്ങോട്ട് വൃത്തികേടായിട്ട് നിൽക്കില്ല. ഇല്ലെങ്കിൽ ആ മിക്സി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലാവണേക്കാട്ടിലും നല്ലത് നമ്മളിങ്ങനെ കയ്യോടെ അപ്പം അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലും വരുമ്പോൾ അയ്യോ ഞാൻ അത് വൃത്തിയാക്കാൻ മറന്നു, അവരെന്താ വിചാരിച്ചു എന്നുള്ള ടെൻഷൻ വരില്ല കേട്ടോ. ഒട്ടുമിക്ക സംഭവങ്ങളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അത് വൃത്തിയാക്കാനായിട്ടൊരു സമയം കണ്ടെത്തില്ല, അപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് 2-3 മുട്ട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് മസാല അടിക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ മുളക് പൊടിക്ക് അപാര എരിവാണ് കേട്ടോ, അത് കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുരുമുളക് പൊടി ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ മുട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മസാല റെഡിയായി. എനിക്ക് ഓംലെറ്റ് കൂട്ടിയിട്ടൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കും ഷാജേട്ടനൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എരിവും ചൊടിയൊക്കെ ഉള്ള സാധനം വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട മസാല അവിടെ റെഡി ആയപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി സെറ്റായി, ചമ്മന്തി സെറ്റായി, ഇപ്പം മുട്ട മസാലയും സെറ്റായി. ചോറ് ചൂടോട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഉച്ചരിഞ്ഞിട്ട് എന്താ കഴിക്കുക എന്ന് വിചാരിച്ച സമയത്ത് നമ്മൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഷോർട്സിനായിട്ട് ചിലതൊക്കെ റെസിപ്പീസ് ഇടാറുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചരിഞ്ഞിട്ട് നമ്മൾ ഉള്ളിച്ചോറ സെറ്റ് ചെയ്ത് പൂജിട്ടിക്ക് അത് വലിയ കാര്യമില്ല, ഇഷ്ടമല്ല. എനിക്കും കണ്ണൻകുട്ടിക്കൊക്കെ ഇങ്ങനത്തെ ഫുഡുകൾ നല്ല ഇഷ്ടമാണ്. ഉള്ളിച്ചോറും ബൂൾസയും അല്ലെങ്കിൽ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു പോകും. എന്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഉണ്ടാക്കാതിരിക്കുകയുള്ളൂ. എന്തെങ്കിലും വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 കേട്ട് നമുക്ക് എന്തെങ്കിലും വിഭവം കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കയ്യോടെ കിച്ചൺ ടാബും നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിടും കേട്ടോ. എന്നാൽ രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോൾ നമ്മൾ തന്നെ ഒരു മൈൻഡ് സെറ്റാവും, നമുക്കൊരു ഹാപ്പി ആവും. അല്ലെങ്കിൽ ആകെ കൂടെ അയ്യോ ഇനി ബുദ്ധിമുട്ട് വൃത്തിയാക്കണം, അവിടെ 4 കഴിക്കാൻ കിടക്കണോ, ഇവിടെ ഇങ്ങനെ മറ്റേത് മറിച്ചത് വെച്ചിട്ട് ഒരു അലമ്പായി കിടക്കും. അതിനേക്കാട്ടിലും നല്ലത് എത്ര വേയെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ കിച്ചണും പാത്രങ്ങളും എല്ലാം വൃത്തിയാക്കി അടിച്ച് തുടച്ചിട്ടിട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട് പോവുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളിതാ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് നമ്മുടെ കുക്കറും കൂടെ ബാക്കി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞു ഉരുളിയും കൂടെ, അതും കൂടെ അങ്ങോട്ട് കഴുകി വെച്ചാൽ ഇനി നമ്മൾ അവനാൻ കഴിക്കുന്ന പാത്രങ്ങൾ അത് അവരവർ കഴുകി വെക്കും കേട്ടോ. അങ്ങനെ കൂട്ടിയിട്ടൊന്നുമില്ല. കണ്ണൻകുട്ടി അവൻ്റെയും കഴുകും, പൂജിട്ടി അവളുടെയും കഴുകും, ഞാൻ എൻ്റെയും കഴുകും. പിന്നെ ഷാജേട്ടനൊക്കെ വന്നിട്ട് വേണം, ആൾ വരാൻ വേണ്ടിയിട്ട് വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കാലത്ത് കഴിച്ച് കിടന്നിട്ടില്ലെങ്കിൽ ഈ കറണ്ട് മാമ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് വരാമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കും പൂജിട്ടിക്കാണ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കട്ടെ. ഞങ്ങളൊരു 12:30 അല്ലെങ്കിൽ 11:30-12 മണിയൊക്കെയാവും. നമുക്ക് വിശന്നാലേ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുള്ളൂ. എത്ര കറികൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും വിശക്കണം, ഇല്ലാണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശക്കാതെ എങ്ങനെ അടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടിന് പൂജിട്ടി ഉണ്ടാവും. അവൾക്ക് പിന്നെ എപ്പോൾ കഴിച്ചാലും സീനില്ല. വൃത്തിയായിട്ട സ്വഭാവം എന്നറിയാം. കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടെന്നാലും ഇതന്നെ ഞാൻ പിന്നെയും ചെയ്യുള്ളൂ കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് ഇത് അവിടെ അടിച്ചു വരികയാണ്. അവിടെ ഒരു കടലാസ് ഇട്ടിരിക്കുന്നുണ്ടോ, അത് മേലെന്ന് ഇങ്ങനെ ഒരു കരിയോയിൽ പോലെ ഒരു സാധനം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഞാൻ തുടച്ച് മാനം കിട്ടും. അപ്പോൾ ഞാൻ എന്താ
എന്താക്കി വെച്ചാൽ അവിടെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുക്കള മൊത്തം നാശമാവുകയാണ്. കാലിൻ്റെ അടിയൊക്കെ ആകെ ബ്ലാക്ക് കളർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അങ്ങോട്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടു. അടിച്ച് നമ്മൾ പുറത്തേക്ക് രാത്രി കളയാറില്ല കേട്ടോ, അവിടെ കൂട്ടി വയ്ക്കും. അതൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ കഴുകിയിട്ട് നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുട്ട മസാലയും ഉപ്പേരിയും ചമ്മന്തിയും നാരങ്ങ അച്ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് അവന് ചോറ് വാരി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ നാളെ പിള്ളേർക്ക് എല്ലാവർക്കും സ്കൂൾ തുറക്കുകയാണ്. എല്ലാവരും സേഫായിട്ട് പോയി പോരണം, ശ്രദ്ധിച്ച് പോകണം. മഴക്കാലവും ഒക്കെയാണ്, കുണ്ടലും കുഴിയിലും വെള്ളം കണ്ടാലൊന്നും ഇറങ്ങരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ ബൈ, സീ യു.